ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു സിമ്പിൾ മാത്സ് ചെയ്ത് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35, 35-ാം പദം 15 എങ്കിൽ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ഇവിടെ നമുക്ക് 15-ാം പദത്തെ a+14d എന്നെഴുതാം. അപ്പോൾ a+14d ആണ് 35. അതേപോലെ 35-ാം പദം a+34d അത് 15ഉമാണ്. ഇവിടെ ആദ്യത്തേത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനായിട്ടും a+34d = 15 രണ്ടാമത്തെ ഇക്വേഷനായിട്ടും എടുത്തു. ഇനി ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ നമുക്കൊന്ന് കുറച്ച് നോക്കാം. മുകളിലത്തെ ഇക്വേഷനുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ -20d = 20 എന്ന് കിട്ടും. ഇതിൽ നിന്നും d കണ്ടെത്താം. -d എന്ന് പറയുന്നത് 20 അപ്പുറത്ത് ഗുണിച്ചേക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ ഭാഗിക്കും. അപ്പോൾ 20/20. അങ്ങനെ d എന്ന് പറയുന്നത് -1 എന്ന് ഉത്തരം കിട്ടും.